ഹലോ, ഞാൻ ലിബിൻഡി. അപ്പോൾ ഞാൻ ഈ ആഴ്ച, അതായത് ഓണത്തിന് മുമ്പുള്ള ആഴ്ച, ഓണത്തിന് മുമ്പുള്ള ആഴ്ച കഴിഞ്ഞ ഇപ്പോൾ ഒരു 7 ദിവസത്തിൽ ഞാൻ സ്വിഗ്ഗിയിലാണ് ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ സ്വിഗ്ഗിയിൽ ഏണിങ്സ് നോക്കുകയാണെങ്കിൽ എനിക്കൊരു 11,000-ന് മീതെ ശമ്പളം കിട്ടിയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട്. അതിൽ പെട്രോൾ എക്സ്പെൻസ് എങ്ങനെ പോയാലും ഒരു 2,000 രൂപ പോയിട്ടുണ്ടാവും. 2,500 രൂപ പോയിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, കാരണം കുറച്ച് പവറുള്ള ബൈക്ക് ആയാലും പിന്നെ അത് പ്രതീക്ഷിക്കുന്നതാണ്. പിന്നെ പെട്രോൾ അങ്ങനെ നോക്കാറില്ല. എന്നിരുന്നാലും ഒരു 11,000-ന് മീതെ എനിക്ക് സാലറി കിട്ടി. കാരണം ഞാൻ അങ്ങനെ തന്നെ 10,000 ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ 11,000 എനിക്ക് കിട്ടി. അതായത് ശനിയും ഞായറും മാത്രം കൂടിയിട്ട് ഒരു 4,000 ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ 5,000 ഉണ്ടാക്കാൻ എനിക്ക് പറ്റി, ശനി ഞായറോട് മാത്രം. ബാക്കിയുള്ള ദിവസം ഇത്. പിന്നെ വെള്ളിയാഴ്ച ഞാൻ ചെറുതായിട്ടൊന്ന് മടി പിടിച്ചു, കാരണം ഇവിടെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ പിന്നെ മടി പിടിച്ച് ഇരുന്നു. വെറുതെ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ശരി, ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം, കാരണം ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരാഴ്ചത്തെ സാലറി. കഴിഞ്ഞ ഒരാഴ്ചത്തെ 11,243. ഇതിൽ ഏണിങ്സ് ഞാൻ പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച മാത്രം ഇവിടെ അങ്കമാലിയിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച മാത്രമല്ല, ഈ ദിവസങ്ങളിലൊക്കെ ബ്ലോക്കായിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച എനിക്കെന്തോ ഓടാൻ തോന്നിയില്ല. കാരണം ഈ വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ കണ്ടിട്ട്, അന്ന് ഖലീഫ സിനിമ കണ്ടിട്ട് നേരെ വന്ന് വൈകുന്നേരം 6 മണി തൊട്ട് 2 മണി വരെ, വെളുപ്പിന് 2 മണി വരെ ഓടിയിട്ടാണ് ഞാൻ എയിം ചെയ്തത്. വെള്ളിയാഴ്ച മറ്റേ ഇത് കണ്ട് ബദ്ലേഹം കുടുംബയുണ്ട് കണ്ടിട്ട് എനിക്കൊരു മടി. ബദ്ലേഹം കുടുംബയുണ്ട് കണ്ടു വന്നിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം 6 മണിയായിട്ട് ഓണാക്കി 2 ഓർഡർ എടുത്തു. 2 ഓർഡർ എടുത്തപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് മുട്ടം ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മുട്ടം ബ്ലോക്ക്. ഒരു 4 കിലോമീറ്ററൊക്കെ അങ്ങോട്ടും ബ്ലോക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ മടുത്തു, നിർത്തി. അത് ഇപ്പോൾ റിഗ്രറ്റ് അടിക്കണം. കാരണം അന്നും കൂടി ഓടിയായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ പോയാലും ഈ ആഴ്ചയിൽ 13,000 ഒപ്പിക്കായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. ഇത്രയും എന്തായാലും ഇത്രയും കിട്ടി. അപ്പോൾ അതിൽ തന്നെ സന്തോഷം. കാരണം ഇന്നലെ ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഒരു 2,800 രൂപ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നലെയൊക്കെ നല്ല ഓർഡറായിരുന്നു. ശനിയാഴ്ചയും ഈ പറഞ്ഞുണ്ട്, ശനിയാഴ്ച 1,800. ശനിയാഴ്ച എത്രയായിരുന്നു ഞാൻ ഓർക്കണില്ല. എന്തായാലും നല്ലോണം ഓർഡർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. എന്തായാലും ഞാൻ ഈ ഡീറ്റെയിൽ പറയാം. ഇതാണ് എൻ്റെ ഒരാഴ്ചത്തെ ഏണിങ്സ്. അതായത് തിങ്കളാഴ്ച ഞാൻ 10 മണിക്കൂർ വർക്ക് ചെയ്തു, 1,576. ചൊവ്വാഴ്ച അതേപോലെ 9 മണിക്കൂർ 10 മണിക്കൂർ 9:55, അന്ന് 1,410 രൂപ. പിന്നെ ബുധനാഴ്ച ഇതേപോലെ 10 മണിക്കൂറും 5 മിനിറ്റും 1,672. വ്യാഴാഴ്ച ഇതേപോലെ ഞാൻ 8 മണിക്കൂർ കൂടി ഉള്ളൂ, 8:20, 1,262 രൂപ കിട്ടി. വെള്ളിയാഴ്ച വന്നപ്പോൾ എനിക്ക് മടുത്തു. ആ ബ്ലോക്ക് കണ്ടപ്പോൾ ഞാൻ നിർത്തിപ്പോയി. അതാണ് വെള്ളിയാഴ്ചയും കൂടി നല്ലൊരു എമൗണ്ട് കയറിയായിരുന്നെങ്കിൽ ഇത് 13,000-ൽ നിൽക്കുമായിരുന്നു. പോട്ടെ. ഇനിയിപ്പോൾ ഈ ആഴ്ച ഓണത്തിൻ്റെ സീസണാണ്, അപ്പോൾ ഈ ആഴ്ച പിടിക്കാം. പിന്നെ അത് ശനിയാഴ്ച 2,300 രൂപയ്ക്ക് ഓടി. അത് ഞാൻ 9 മണിക്കൂറും 9 മണിക്കൂറും 12 മിനിറ്റും 2,300 രൂപ. പിന്നെ ഇന്നലെ കുറച്ച് സമയം കൂടുതൽ തന്നു, ഏകദേശം 11 മണിക്കൂറായോ, ഇല്ല 11 മണിക്കൂറായി തോന്നുന്നു. 11 മണിക്കൂർ 12 മണിക്കൂർ ഓൾമോസ്റ്റ് 2,831 രൂപ. അതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രി ഓർഡർ അടിച്ചപ്പോൾ കുറച്ച് വൈകിപ്പോയി, ലേറ്റായിപ്പോയി. പിന്നെ അത് കൊണ്ടുപോയി കൊടുത്ത് ഒക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ഓഫ് ചെയ്യാനും പറഞ്ഞു. അതാണ് സമയം കുറച്ച് കൂടിപ്പോയത്. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറും കൂടി ഇതിൽ കുറഞ്ഞേനെ. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ 8 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയാണ് ഈ സാധനം, സ്വിഗ്ഗി. അപ്പോൾ ഇതൊക്കെ തന്നെ. ഇതിൽ എത്ര രൂപ കയ്യിൽ ബാലൻസ് പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല.